ഹായ്, ദിസ് ഈസ് മലബാർ മെഡിക്കൽ കോളേജ് മുടക്കല്ലൂർ, കാലിക്കറ്റ്. ഏകദേശം നമ്മുടെ കാലിക്കറ്റ് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് 45 മിനിറ്റ്സ് ആണ് ട്രാവൽ ഉള്ളത്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഇനി കമ്മിങ് ടു ദ ഫീ സ്ട്രക്ചർ, അക്കാഡമിക് ഫീ ഇത് 2024 ബാച്ചിൻ്റെ ഫീസാണ് കേട്ടോ. 7,77,179 ആണ്. അതേപോലെ NRI സീറ്റിനാണെങ്കിൽ 20,86,000 ആണ് വരുന്നത്. ഇനി സ്പെഷ്യൽ ഫീ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ലൈബ്രറി, ലബോറട്ടറി ഫീ, അങ്ങനെയുള്ള കുറേ ഫീസ് ഇൻക്ലൂഡഡ് ആണ് ഈ സ്പെഷ്യൽ ഫീ. ഈ സ്പെഷ്യൽ ഫീ ഏകദേശം വരുന്നത് 1,08,000 അതേപോലെ തന്നെ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് സ്പെഷ്യൽ ഫീ 67,000 ആയിട്ട് മാറും. പിന്നെ കമ്മിങ് ടു ഹോസ്റ്റൽ ഫീ 1,08,000 ആണ് ഫസ്റ്റ് ഇയർ. അതേപോലെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേന് അത് 96,000 98,000 മാറും. ഈ ഫീസ് എന്ന് പറയുന്നത് ഓരോ വർഷം ഇൻക്രീസ് ഉണ്ടാവും കേട്ടോ. കുറച്ച് 40,000 അങ്ങോട്ട് ഇൻക്രീസ് വരും. അതേപോലെ കമ്മിങ് ടു അക്കാഡമിക്സ്, ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ മെജോറിറ്റി ഫാക്കൽറ്റീസും CMC കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ഫാക്കൽറ്റീസാണ്. അവർ നന്നായിട്ട് തന്നെ പഠിപ്പിക്കട്ടെ. നല്ല ഫാക്കൽറ്റീസും കാര്യങ്ങളാണ്. പിന്നെ ഫെസിലിറ്റീസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഹാൾസ് ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. ഇനി കമ്മിങ് ടു അനാട്ടമി ഡിസെക്ഷൻ ഹാൾ, ഇവിടെ ഏകദേശം നമുക്ക് 8 കെഡാവറോളുണ്ട് കേട്ടോ 200 സ്റ്റുഡൻസിന്. റിസർച്ച് ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ICMRൻ്റെ അണ്ടറിലും കുഹാസിൻ്റെ അണ്ടറിലൊക്കെ ഇവിടെ കുറേ പേര് റിസർച്ച് ആക്ടിവിറ്റീസ് നമ്മൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ചെയ്യുന്നുണ്ട് അണ്ടർ ദ ഹെൽപ്പ് ഓഫ് ദ ഡോക്ടേഴ്സ്. ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് ഓൾ ടോട്ടൽ ഒരു മെൻറ്റർ ഉണ്ടാവും. എല്ലാ ഇയേഴ്സും സബ്ജക്റ്റ് വൈസ് മെൻറ്റേഴ്സ് ഉണ്ടാവും. നമുക്ക് പ്രോബ്ലംസ് പറയാനും നമുക്ക് ഇനി എന്താണ് സ്റ്റഡീസിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാനും എന്തെങ്കിലും മെൻ്റലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാനാണ് ഈ മെൻറ്റേഴ്സ്. ആൻഡ് കമ്മിങ് ടു ലൈബ്രറി ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. അത് ഏകദേശം നമ്മളെ എക്സാം ടൈംസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏകദേശം രാത്രി 11 മണി വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാറുണ്ട്. ഇനി ക്യാമ്പസ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ആർട്സ് ഡേ ഉണ്ടാവലുണ്ട്, സ്പോർട്സ് ഡേ ഉണ്ടാവലുണ്ട്, കോളേജ് ഡേ, ഹോസ്റ്റൽ ഡേ, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഈദ് സെലിബ്രേഷൻ, അങ്ങനെ കുറേ സെലിബ്രേഷൻസ് കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ടാവാറുണ്ട്. ആൻഡ് സ്പോർട്സിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഏകദേശം എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും സ്പോർട്സിന് നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ വാങ്ങി അല്ലെങ്കിൽ ഓവറോൾ തന്നെ വാങ്ങാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ NSS യൂണിറ്റിനെ പറ്റി പറയാം. ഇവിടെ NSS യൂണിറ്റും അതേപോലെ തന്നെ തീരം സോഷ്യൽ സർവീസ് ക്ലബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ റിസർച്ച് ക്ലബ്ബ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്ലിനിക്കൽ പോസ്റ്റിങ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ ആണ് ഈ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് തുടങ്ങുന്നത്. രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയെല്ലാം 3 ഹവേഴ്സാണ് നമ്മളെ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് വരുന്നത്. ഈ ഹോസ്പിറ്റൽ പേഷ്യൻ്റ് ലോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ജനറൽ സർജറി, മെഡിസിൻ പോലുള്ള മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നല്ല രീതിക്കുള്ള പേഷ്യൻസും കാര്യങ്ങളുണ്ട്. പക്ഷെ ചില 1, 2, 3 ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പേഷ്യൻസ് കുറവാണ്. ലൈക്ക് പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി അതേപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ. ആൻഡ് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഏത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അത് നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന എന്നതിനനുസരിച്ചാണ്. നമുക്ക് സമയം എല്ലായ്പ്പോഴും പോകുമ്പോൾ കേസ് ഹിസ്റ്ററീസ് എടുക്കുക, എക്സാമിനേഷൻ ചെയ്ത് നോക്കുക, പേഷ്യൻസിനെ ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, മെസ്സ്, ജിം ഇതിനൊക്കെ പറ്റി പാർട്ട് 2 വീഡിയോയിൽ ചെയ്യാം കേട്ടോ.